പ്രസിഡന്റിനെ കാണിക്കുന്നു. അദ്ദേഹം തന്റെ വീട്ടിലിരുന്ന് കുടുംബത്തോടൊപ്പം ടിവിയിൽ ഏലിയൻസ് വരുന്ന ആ സ്ഥലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിന്റെ മകളുമുണ്ട്. ഏലിയൻസിനെ സ്വാഗതം ചെയ്യാനായി ഒരു ടീമിനെ അയച്ചിട്ടുണ്ട്. അവിടെ ഏലിയൻ ഷിപ്പ് വരുന്നതും കാത്ത് മീഡിയാസും ഒക്കെ വന്നിട്ടുണ്ട്. അടുത്ത നിമിഷം അവിടെ ഏലിയൻ ഷിപ്പ് ലാൻഡ് ചെയ്യുന്നു. അതിൽ നിന്നും ഏലിയൻസ് പുറത്തേക്ക് വരുന്നു. അവരുടെ കൂട്ടത്തിൽ ഏലിയൻസിന്റെ അംബാസഡറും ഉണ്ടായിരുന്നു. അവൻ മനുഷ്യരോട് വളരെ നന്നായി സംസാരിക്കുകയും തങ്ങൾ മനുഷ്യരുമായി ചേർന്ന് മുന്നോട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ട് അവിടെയുണ്ടായിരുന്ന ആളുകൾക്കെല്ലാം അതീവ സന്തോഷമാകുന്നു. അപ്പോഴാണ് ആ കൂട്ടത്തിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ സമാധാനത്തിന്റെ പ്രതീകമായി ഒരു പ്രാവിനെ പറത്തിവിടുന്നത്. ഇത് കാണുന്നതോടെ ഏലിയൻസ് പെട്ടെന്ന് ആക്രമണാസക്തരാകുന്നു. ഏലിയൻസ് മനുഷ്യർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. ഇതിൽ നത്താലിയുടെ ബോയ് ഫ്രണ്ടും റിച്ചിയുടെ സഹോദരനും അടക്കം ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നു. അതിനുശേഷം ഏലിയൻസ് തങ്ങളുടെ സ്പേസ് ഷിപ്പിൽ തിരികെ പോകുമ്പോൾ അവർ നത്താലിയെയും കൂടെ കെട്ടിയിട്ട് കൊണ്ടുപോകുന്നു. ഏലിയൻസ് എന്തിനാണ് ആക്രമിച്ചതെന്ന് പ്രസിഡന്റിനും സയന്റിസ്റ്റായ പ്രൊഫസർക്കും മനസ്സിലാകുന്നില്ല. ഏലിയൻസ് പ്രാവുകളെ കണ്ട് ഭയന്നിട്ടുണ്ടാകാമെന്നും ഒരു പക്ഷേ അവരുടെ ലോകത്ത് ഇത്തരം പക്ഷികൾ ഒന്നും ഉണ്ടാകില്ലെന്നും പ്രൊഫസർ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. ഞാൻ മൂവിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക.